أقم الصلاة لدلوك الشمس إلى غسق الليل وقرآن الفجر إن قرآن الفجر كان مشهودا ومن الليل فتهجد به نافلة لك عسى أن يبعثك ربك مقاما محمودا. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وأصحابه أجمعين وعلى من تبعهم بإحسان إلى يوم الدين أما بعد. ഏറെ ബഹുമാനമുള്ള ആദരവുള്ള വിശ്വാസി സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, സഹോദരികളെ, അൽഹംദുലില്ലാഹ്, ഇന്നത്തെ ഈ ഒരു ദർസിലൂടെ നാം ഉദ്ദേശിക്കുന്നത് റവാത്തിബ് സുന്നത്തുകളിൽ ഏറെ പ്രാധാന്യമർഹിക്കുന്ന സുബഹി നമസ്കാരത്തിൻ്റെ തൊട്ടു മുമ്പ് നിർവഹിക്കപ്പെടുന്ന 2 റക്അത്ത് നമസ്കാരത്തെ സംബന്ധിച്ച്, അതിൻ്റെ പ്രാധാന്യത്തെ സംബന്ധിച്ചും അതിൻ്റെ ശ്രേഷ്ഠതയെ സംബന്ധിച്ചും അതുമായി ബന്ധപ്പെട്ട ചില വിധിവിലക്കുകളെ സംബന്ധിച്ചും വിശദീകരിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ ദർസിൽ സുന്നത്ത് നമസ്കാരങ്ങളുടെ പ്രാധാന്യത്തെ സംബന്ധിച്ചും പ്രത്യേകിച്ചും റവാത്തിബ് സുന്നത്തുകളായ 12 റക്അത്ത് നമസ്കാരത്തെ സംബന്ധിച്ചും നാം മനസ്സിലാക്കുകയുണ്ടായി. ഇൻഷാ അല്ലാഹ്, അതിൽ ഓരോ സുന്നത്ത് നമസ്കാരങ്ങൾക്കും വളരെ വലിയ ഫളായിലുകൾ, ശ്രേഷ്ഠതകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് അറിയിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യമായി നാം സെലക്ട് ചെയ്തിട്ടുള്ളത് സുബഹി നമസ്കാരത്തിന് തൊട്ടു മുമ്പ് നിർവഹിക്കപ്പെടുന്ന 2 റക്അത്ത് നമസ്കാരത്തെ സംബന്ധിച്ചാണ്. ഈ 2 റക്അത്ത് നമസ്കാരം സുബഹി ബാങ്ക് കൊടുത്തതിന് ശേഷമാണ് നിർവഹിക്കേണ്ടത്. അത് ഞാൻ ആമുഖമായി സൂചിപ്പിക്കുന്നത്, പല ആളുകളും അവർ സംശയമായി ചോദിച്ചിട്ടുള്ള കാര്യമാണ്, സുബഹിയുടെ തൊട്ട് മുമ്പുള്ള 2 റക്അത്ത് നമസ്കാരം ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് നിർവഹിക്കാൻ പാടുണ്ടോ? അത് പാടില്ല. ബാങ്ക് വിളിക്കുന്നതിന് മുമ്പുള്ള സമയം എന്നുള്ളത് വിത്റിൻ്റെയും ഖിയാമുൽ ലൈലിൻ്റെയും എല്ലാം സമയമാണ്. മറിച്ച് സുബഹിയുടെ സുന്നത്ത് നമസ്കാരം സുബഹി നമസ്കാരത്തിൻ്റെ സമയമായാൽ മാത്രമേ നിർവഹിക്കപ്പെടാൻ പാടുള്ളൂ. അത് സുബഹി ബാങ്കിന് ശേഷമാണ്. അതുകൊണ്ട് ഫജ്ർ നമസ്കാരത്തിനുള്ള ബാങ്ക് കൊടുത്ത് കഴിഞ്ഞാലാണ് ഫജ്ർ നമസ്കാരത്തിൻ്റെ 2 റക്അത്ത് സുന്നത്ത് നിർവഹിക്കുവാൻ പാടുള്ളൂ എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. ഇനി ഇൻഷാ അല്ലാഹ്, എന്താണ് ഈ ഒരു റവാത്തിബ് സുന്നത്തിൻ്റെ പ്രാധാന്യം എന്ന് നമുക്ക് പരിശോധിക്കാം. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു, ആയിഷ റളിയല്ലാഹു തആല അൻഹയിൽ നിന്നുള്ള ഹദീസാണ്, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാന ലാ യദഉ അർബഅൻ ഖബ്ല അൽ-ളുഹർ വ റകഅതൈനി ഖബ്ല അൽ-ഗദാത്ത്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ളുഹർ നമസ്കാരത്തിന് മുമ്പുള്ള 4 റക്അത്തും വ റകഅതൈനി ഖബ്ല അൽ-ഗദാത്ത്, ഫജ്ർ നമസ്കാരത്തിന് മുമ്പുള്ള 2 റക്അത്തും ഉപേക്ഷിച്ചിരുന്നില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കലും ഉപേക്ഷ വരുത്താതെ നിർവഹിച്ചിട്ടുള്ള നമസ്കാരമാണ് ഫജ്റിന് തൊട്ട് മുമ്പുള്ള 2 റക്അത്ത് നമസ്കാരമെന്ന് ഈ ഹദീസിൽ നിന്ന് വ്യക്തമായി. ഇമാം ബുഖാരി തന്നെ ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ കാണാം, ആയിഷ റളിയല്ലാഹു തആല അൻഹ തന്നെ പറയുകയാണ്, ലം യകുനിൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലമ അലാ ഷൈഇൻ മിനൻ നവാഫിലി അശദ്ദ മിൻഹു തആഹുദൻ അലാ റക്അത്തൈൽ ഫജ്ർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നവാഫിലുകളിൽ, നവാഫിൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നാം കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയതാണ്, സുന്നത്ത് നമസ്കാരങ്ങളിൽ മറ്റൊരു സുന്നത്ത് നമസ്കാരവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫജ്ർ നമസ്കാരത്തിന് തൊട്ടു മുമ്പുള്ള 2 റക്അത്ത് നമസ്കരിക്കുന്നത് പോലെ പതിവാക്കിയിട്ടില്ല. എന്ന് പറഞ്ഞാൽ അശദ്ദ മിൻഹു തആഹുദൻ എന്നാണ്, വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് നിലനിർത്തിയിരുന്നു എന്നാണ്. അതികഠിനമായി ആ നമസ്കാരം നിർവഹിക്കുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശ്രമിച്ചിരുന്നു. അലാ റകഅത്തൈൽ ഫജ്ർ, ഫജ്ർ നമസ്കാരത്തിന് തൊട്ടു മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നമസ്കാരം.
അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങേയറ്റം ശ്രദ്ധയോടുകൂടിയും ഒരു നിലക്കും വീഴ്ച വരുത്താതെയും വളരെ പ്രാധാന്യപൂർവം നിർവഹിച്ചിട്ടുള്ള നമസ്കാരമാണ് ഫജ്റിന് തൊട്ടു മുമ്പുള്ള 2 റക്അത്ത് നമസ്കാരം. അതിൻ്റെ പ്രാധാന്യത്തെ സൂചിപ്പിക്കുന്നതാണ് യാത്രയിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ നമസ്കാരം ഉപേക്ഷിച്ചിട്ടില്ല. ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം, ദൂ മിഹ്മർ എന്നറിയപ്പെടുന്ന സ്വഹാബി, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖിദ്മത്ത് ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു. ഒരു യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെയാണ് നേരം വെളുത്താൽ അഥവാ ഫജ്റായാൽ എഴുന്നേൽപ്പിക്കുവാൻ വേണ്ടി, സ്വഹാബികളെയും നബിയെയും എഴുന്നേൽപ്പിക്കുവാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏർപ്പാടാക്കിയത് ഈ ഒരു വ്യക്തിയായിരുന്നു. ദൂ മിഹ്മർ എന്നറിയപ്പെടുന്ന ഈ ഒരു സ്വഹാബിയായിരുന്നു റളിയല്ലാഹു തആല അൻഹു. പക്ഷേ അദ്ദേഹം ഉറങ്ങിപ്പോയി. അങ്ങനെ നബിയും സ്വഹാബികളുമെല്ലാം എഴുന്നേൽക്കുന്നത് സൂര്യൻ ഉദിച്ചതിന് ശേഷമാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, നിങ്ങൾ നോക്കൂ, സൂര്യൻ ഉദിച്ചു, വക്ത് തെറ്റിക്കഴിഞ്ഞു. ഫജ്ർ നമസ്കാരത്തിൻ്റെ വക്ത്, അതിൻ്റെ അവ്വൽ വക്ത് തെറ്റിക്കഴിഞ്ഞു. എന്നിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണ് ചെയ്തിട്ടുള്ളത്? ഫഅമറ ബിലാലൻ ഫഅദ്ദന, ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് ബാങ്ക് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ബാങ്ക് കൊടുത്തു. സുമ്മ ഖാമ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫസല്ല റകഅതൈനി ഖബ്ല അസ്സുബ്ഹി വഹുവ ഗൈറു അജ്ലിൻ. ബാങ്ക് കൊടുത്തതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ സുബൈക്ക് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നമസ്കാരം ഒട്ടും തിരക്ക് കൂട്ടാതെ തന്നെ നിർവഹിച്ചു. വഹുവ ഗൈറു അജ്ലിൻ എന്നാണ്. തിരക്ക് കൂട്ടാതെ തന്നെ സാധാരണ വക്തിൽ നമസ്കരിക്കുമ്പോൾ ഏതൊരു ധൃതിയിലാണോ അതേ രൂപത്തിലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചുള്ളൂ. എന്ന് പറഞ്ഞാൽ സമയം തെറ്റിപ്പോയി, സൂര്യൻ ഉദിച്ചു എന്നതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ നമസ്കാരം ഉപേക്ഷിച്ചില്ല. പല ആളുകളും സമയം വൈകിയാൽ ഫജ്റിന് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നമസ്കാരം നിർവഹിക്കാറില്ല. കാരണം ഫജ്റിനാണല്ലോ പ്രാധാന്യം എന്ന് കരുതിയിട്ട്. എന്നാൽ ഫജ്റിന് തൊട്ടു മുമ്പുള്ള 2 റക്അത്തിൻ്റെ പ്രാധാന്യം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യാത്രക്കാരനാണ്, 2 നേരം വൈകി, എന്നിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ധൃതി വെക്കാതെ സാവകാശത്തിൽ തന്നെ ആ 2 റക്അത്ത് നമസ്കരിച്ചു. ഇതിൽ നിന്ന് പല തെളിവുകളും നമുക്ക് ലഭിക്കും. ഒന്ന്, ഫഅമറ ബിലാലൻ ഫഅദ്ദന, ബാങ്ക് കൊടുക്കാൻ ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞതിന് ശേഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 റക്അത്ത് നമസ്കരിച്ചത്. അപ്പോൾ ബാങ്കിന് ശേഷമാണ് ഇത് നിർവഹിക്കേണ്ടത്. സമയം തെറ്റിയാൽ പോലും ഫജ്റിനെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള അദാൻ കൊടുക്കണം, എന്നിട്ടേ ഇത് നമസ്കരിക്കാൻ പാടുള്ളൂ എന്ന് ഇതിൽ നിന്ന് തെളിവ് ലഭിച്ചു. രണ്ടാമത്തത്, യാത്രയിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഉപേക്ഷ വരുത്തിയില്ല. മൂന്നാമത്തത്, സമയം വൈകിയിട്ട് പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ നമസ്കാരം നിർവഹിക്കാതെ പോയില്ല. അപ്പോൾ അത്രമാത്രം പ്രാധാന്യമുണ്ട് ഫജ്ർ നമസ്കാരത്തിൻ്റെ തൊട്ടു മുമ്പുള്ള 2 റക്അത്ത് നമസ്കാരത്തിന് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതേപോലെ തന്നെ നേരം വൈകിയാൽ പോലും ഇത് നിർവഹിക്കാം എന്ന് മാത്രമല്ല, ഒട്ടും തിരക്ക് കൂട്ടാതെ വളരെ ഭംഗിയായി ഈ നമസ്കാരം നിർവഹിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇമാം അബൂദാവൂദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം, ബിലാൽ റളിയല്ലാഹു തആല അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമസ്കരിക്കാൻ വേണ്ടി ബാങ്ക് കൊടുത്ത് പിന്നീട് നമസ്കരിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിക്കുകയുണ്ടായി. അധികവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിക്കാറുള്ളത് ബിലാൽ റളിയല്ലാഹു തആല അൻഹുവാണ് പള്ളിയിലേക്ക്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ദിവസം ബിലാൽ റളിയല്ലാഹു അൻഹു വിളിച്ചിട്ടും വളരെ വൈകിയാണ് നമസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് വന്നത്. അപ്പോൾ എന്താണ് കാര്യം? നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രി നമസ്കാരം നിർവഹിക്കും, പിന്നീട് ബാങ്ക് കൊടുക്കുന്നത് വരെ കാത്തു നിൽക്കും, ബാങ്ക് കൊടുത്തിട്ട് 2 റക്അത്ത് നമസ്കരിക്കും, എന്നിട്ടൊരൽപ്പം കിടന്നതിന് ശേഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരാറുള്ളത്. പക്ഷേ ഈ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വൈകി. എന്താണ് കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അന്ന ആയിഷത ശഗലത്ഹു ബി അംരിൻ സഅലത്ഹു അൻഹു. ആയിഷ റളിയല്ലാഹു തആല അൻഹ എന്തോ ഒരു വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു ചോദ്യം ചോദിച്ചതാണ്. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹക്ക് ആ വിഷയത്തിൽ മറുപടി നൽകി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഒരു സംഭാഷണത്തിലായിപ്പോയി. ആ സംഭാഷണത്തിലായപ്പോൾ
പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുബൈയുടെ മുമ്പുള്ള 2 റക്അത്ത് നമസ്കരിച്ചിട്ടുമുണ്ടായിരുന്നില്ല. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഹത്ത അസ്ബഹ ജിദ്ദൻ, ശരിക്കും നേരം വെളുത്തു അല്ലെങ്കിൽ നന്നായി സുബഹിയായി. വ അന്നഹു അബ്തഅ അലൈഹി ബിൽ ഖുറൂജ്, പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരാൻ വൈകി. ഫഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇന്നി കുൻതു റകഅതു റകഅതൈൽ ഫജ്ർ, ഞാൻ 2 റക്അത്ത് സുബൈക്ക് മുമ്പുള്ള നമസ്കാരം നിർവഹിക്കുകയായിരുന്നു. നോക്കൂ, ആയിഷ റളിയല്ലാഹു അൻഹയോട് സംസാരിച്ചു, വൈകിപ്പോയി. എന്നിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫജ്റിന് മുമ്പുള്ള 2 റക്അത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിക്കുകയാണ്. അപ്പോൾ സ്വഹാബികൾ പറഞ്ഞു, അല്ലെങ്കിൽ ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇന്നക അസ്ബഹത ജിദ്ദൻ, അള്ളാഹുവിൻ്റെ റസൂലെ വളരെയധികം നേരം വൈകിപ്പോയല്ലോ, സുബഹിയായല്ലോ. ഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്? ലൗ അസ്ബഹ്തു അക്സറ മിമ്മാ അസ്ബഹ്തു ലറകഅതുഹുമാ വഅഹ്സൻതുഹുമാ. ഇനി ഇതിനേക്കാൾ കൂടുതൽ വൈകിയാൽ പോലും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇതിനേക്കാൾ കൂടുതൽ ഞാൻ വൈകിയാൽ പോലും ലറകഅതുഹുമാ, സുബൈക്ക് മുമ്പുള്ള ആ 2 റക്അത്ത് നമസ്കാരം ഞാൻ നിർവഹിക്കുക തന്നെ ചെയ്യും. വഅഹ്സൻതുഹുമാ, ഏറ്റവും ഭംഗിയായി തന്നെ ഞാൻ നിർവഹിക്കും. നേരം വൈകിയല്ലോ, അതല്ലെങ്കിൽ ഫജ്റിൻ്റെ സമയം തെറ്റിയല്ലോ, യാത്രയിലാണല്ലോ എന്നൊക്കെ കരുതിയിട്ട് ഞാൻ ധൃതിയിൽ നമസ്കരിക്കൂല. മറിച്ച് നേരത്തെ പറഞ്ഞ ഹദീസിലുള്ളതുപോലെ ഒട്ടും തിരക്ക് കൂട്ടാതെ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചത്. വ അഹ്സൻതുഹുമ, ഞാൻ നമസ്കരിക്കും, ഏറ്റവും നന്നായി നമസ്കരിക്കും. വ അജ്മൽതുഹുമ, ഏറ്റവും ഭംഗിയായി, ജാമിഉം മാനിയുമായ വളരെ നല്ല രൂപത്തിൽ തന്നെ ഞാനത് നിർവഹിക്കുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അപ്പോൾ എത്ര വൈകിയാൽ പോലും ഫജ്റിന് മുമ്പുള്ള 2 റക്അത്ത് നമസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപേക്ഷിച്ചില്ല എന്ന് മാത്രമല്ല, വളരെ ഭംഗിയായും അടുക്കും ചിട്ടയോടും കൂടിയും മനസാന്നിധ്യത്തോടു കൂടിയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ 2 റക്അത്ത് നമസ്കരിച്ചിരുന്നു എന്നാണ് ഈ ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അത്രമാത്രം പ്രാധാന്യം ഈ നമസ്കാരത്തിനുണ്ട്. എന്തുകൊണ്ടായിരിക്കാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്രമാത്രം പ്രാധാന്യത്തോടു കൂടി അത് നിർവഹിച്ചത്? ഈ നമസ്കാരത്തിൻ്റെ ശ്രേഷ്ഠത മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നതാണ്. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അൻ ആയിഷ റളിയല്ലാഹു തആല അൻഹാ അനിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, റകഅത്തൽ ഫജ്ർ ഖൈറും മിനദ് ദുനിയ വമാ ഫീഹ, ഫജ്റിന് തൊട്ടുമുമ്പുള്ള റവാത്തിബു സുന്നത്തായ ആ 2 റക്അത്ത് നമസ്കാരം ഖൈറുൻ, അത് ഖൈറായതാണ്. എന്തിനേക്കാൾ? മിനദ് ദുനിയ വമാ ഫീഹ, ഈ ദുനിയാവിനേക്കാളും ഈ ദുനിയാവിലുള്ള മുഴുവൻ വിഭവങ്ങളെക്കാളും. ശരിക്കും ശ്രദ്ധിക്കുക സഹോദരങ്ങളെ, ശരിക്കും ശ്രദ്ധിക്കുക. ഈ ദുനിയാവിനേക്കാളും ഈ ദുനിയാവിൽ എന്തെല്ലാം വിഭവങ്ങളുണ്ടോ നമുക്കറിയാം. ഈ ദുനിയാവിൽ ഏറ്റവും വിലപിടിപ്പുള്ള മുത്തുകളുണ്ട്, രത്നങ്ങളുണ്ട്, പവിഴങ്ങളുണ്ട്, സ്വർണമുണ്ട്, വെള്ളിയുണ്ട്, മറ്റു ലോഹങ്ങളുണ്ട്. വിലപിടിപ്പുള്ള ധാരാളം കാര്യങ്ങൾ ഈ ലോകത്തുണ്ട് എന്ന് നമുക്കറിയാം. അതിനേക്കാളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാധാന്യം പറഞ്ഞത് എന്തിനാണ്? ഫജ്റിന് തൊട്ട് മുമ്പുള്ള 2 റക്അത്ത് നമസ്കാരത്തിനാണ്. ഖൈറും മിനദ് ദുനിയ വമാ ഫീഹ എന്ന് പറഞ്ഞാൽ ഉലമാക്കൾ നമുക്ക് മനസ്സിലാക്കി തന്നതുപോലെ, ഒരു ഭാഗത്ത് സ്വർണവും വെള്ളിയും രത്നങ്ങളും പവിഴങ്ങളും ധാരാളമായി കൂട്ടിവെച്ചിരിക്കുന്നു, മറുഭാഗത്ത് 2 റക്അത്ത് ഫജ്റിന് മുമ്പുള്ള നമസ്കാരവുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതാണ് തിരഞ്ഞെടുക്കുക? ഫജ്റിന് തൊട്ട് മുമ്പുള്ള 2 റക്അത്താണ് തിരഞ്ഞെടുക്കുക. എന്തുകൊണ്ട്? ദുനിയാവിനേക്കാളും ദുനിയാവിലുള്ള മറ്റു വിഭവങ്ങളെക്കാളും ഖൈറായത് ഈ 2 റക്അത്ത് നമസ്കാരമാണ്, ഫജ്റിന് തൊട്ട് മുമ്പുള്ള. എന്നിരിക്കെ എത്രമാത്രം ശ്രേഷ്ഠതയാണ് നമസ്കാരത്തിനെന്ന് ആലോചിച്ചു നോക്കൂ. ആ ഒരു പ്രാധാന്യത്തോടു കൂടി ഈ നമസ്കാരം നിർവഹിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിച്ചിട്ടുണ്ടോ, സാധിക്കുന്നുണ്ടോ, നാം ആ വിഷയത്തിൽ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് ഒരു ആത്മപരിശോധന നടത്തുക. അതേപോലെ തന്നെ മറ്റൊരു ഹദീസിൽ കാണാം, ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഹദീസാണ്. ആയിഷ റളിയല്ലാഹു തആല അൻഹ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു, ഹുമാ അഥവാ അർറകഅതൈൻ ഖബല സ്വലാത്തിൽ ഫജ്ർ, ഫജ്റിന് തൊട്ട് മുമ്പുള്ള 2 റക്അത്ത് നമസ്കാരം, ഹുമാ അത് അഹബ്ബു ഇലയ്യ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്, മിനദ് ദുനിയ ജമീഅ ഈ ദുനിയാവിലുള്ള മുഴുവൻ കാര്യങ്ങളെക്കാളും, ഈ മുഴുവൻ ദുനിയാവിനേക്കാളും, ദുനിയാവിലുള്ള മുഴുവൻ വിഭവങ്ങളെക്കാളും എനിക്ക് പ്രിയപ്പെട്ടത് ഫജ്റിന് തൊട്ട് മുമ്പുള്ള 2 റക്അത്ത് നമസ്കാരമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ടെങ്കിൽ
അതിൻ്റെ പ്രാധാന്യം നമുക്ക് ബോധ്യപ്പെടുന്നതാണ്. അതുകൊണ്ടാണ് പ്രവാചകൻ യാത്രയിലോ നേരം വൈകിയാലോ ഒന്നും തന്നെ ഈ നമസ്കാരം ഉപേക്ഷിക്കാതിരുന്നത്. അത്രമാത്രം പ്രാധാന്യവും ശ്രേഷ്ഠതയും ഈ 2 റക്അത്ത് നമസ്കാരത്തിനുണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ നാം മനസ്സിലാക്കി ഇത് 2 റക്അത്താണ് നമസ്കരിക്കേണ്ടത്. എങ്ങനെയാണ് ഈ നമസ്കാരം നിർവഹിക്കേണ്ടത്? സുദീർഘമായ ഖുർആൻ ഓതിക്കൊണ്ടുള്ള ഒരു നമസ്കാരമാണോ? ഒരിക്കലും അങ്ങനെയല്ല. മറിച്ച് ലഘുവായ 2 റക്അത്ത് നമസ്കാരമായിരിക്കണം. കൂടുതൽ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടുള്ള ഒരു നമസ്കാരമല്ല. എന്താണ് അതിനുള്ള തെളിവ്? ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു. ആയിഷ റളിയല്ലാഹു തആല അൻഹ തന്നെ പറയട്ടെ, കാന നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി റകഅതൈനി ഖഫീഫതൈനി ബൈന നിദാഇ വൽ ഇഖാമ മിൻ സ്വലാത്തി സുബ്ഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിച്ചിരുന്നു റകഅതൈനി ഖഫീഫതൈൻ. ഖഫീഫത്ത് എന്ന് പറഞ്ഞാൽ ലഘുവായത് എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ ദീർഘമായ നമസ്കാരമല്ല, ലഘുവായ 2 റക്അത്ത് നമസ്കരിച്ചിരുന്നു. ബൈനൻ നിദാഇ വൽ ഇഖാമ, ബാങ്കിനും ഇഖാമത്തിനുമിടയിൽ. മിൻ സ്വലാത്തി സുബ്ഹ്, സുബൈ നമസ്കാരത്തിൻ്റെ. അപ്പോൾ ബാങ്ക് കൊടുത്തതിന് ശേഷം ഇഖാമത്ത് കൊടുക്കുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 റക്അത്ത് നമസ്കരിച്ചു എന്ന് മാത്രമല്ല, അത് ലഘുവായിരുന്നു, ദീർഘിപ്പിച്ചുകൊണ്ടല്ല എന്നർത്ഥം. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ കാണാം, ആയിഷ റളിയല്ലാഹു തആല അൻഹ തന്നെ പറയുന്നു, കാനൻ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യുഖഫിഫു റകഅതൈനി അല്ലതൈനി ഖബ്ല സ്വലാത്തി സുബ്ഹ്. സുബൈക്ക് മുമ്പുള്ള 2 റക്അത്ത് നമസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങേയറ്റം ലഘുവാക്കിയിരുന്നു. ഹത്താ ഇന്നി ല അഖൂൽ, എത്രത്തോളം എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നിപ്പോയി, ഹൽ ഖറഅ ബി ഉമ്മിൽ കിതാബ്, ഹൽ ഖറഅ ബി ഉമ്മിൽ കിതാബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമ്മുൽ കിതാബ് ഓതി, അഥവാ ഫാത്തിഹത്തുൽ കിതാബ്, സൂറത്തുൽ ഫാത്തിഹ ഓതിയോ എന്ന് വരെ എനിക്ക് സംശയം തോന്നിപ്പോയി എന്നാണ്. എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കലും ദീർഘമായി ഓതിയിരുന്നില്ല, മറിച്ച് കുറച്ചു മാത്രം ഓതിക്കൊണ്ടുള്ള ഒരു നമസ്കാരമാണ്. അതിൻ്റെ അർത്ഥം തിരക്ക് കൂട്ടി നമസ്കരിച്ചു എന്നല്ല. നേരത്തെ പറഞ്ഞ ഹദീസിൽ വളരെ വ്യക്തമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരക്ക് കൂട്ടിയിട്ടില്ല. പരിപൂർണമായ റുക്കൂഅ്, പരിപൂർണമായ സുജൂദ്, എല്ലാറ്റിലും അടക്കവും ഒതുക്കവും അത് നമസ്കാരത്തിൻ്റെ റുക്നിൽപ്പെട്ടതാണ്. അതൊരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സന്ദർഭത്തിലും അത് ഉപേക്ഷിച്ചിട്ടില്ല. എന്നാൽ നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രാത്രി നമസ്കാരവും മറ്റു നമസ്കാരങ്ങളും സുദീർഘമായ ഖുർആനായത്ത് ഓതിക്കൊണ്ടുള്ള നമസ്കാരമാണ്. പ്രത്യേകിച്ചും രാത്രി നമസ്കാരം കഴിഞ്ഞ് പിന്നെ ബാങ്ക് കൊടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കുകയാണല്ലോ. അതുകൊണ്ട് താരതമ്യം ചെയ്യുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഫജ്റിന് തൊട്ട് മുമ്പുള്ള 2 റക്അത്ത് വളരെ ലഘുവായി തന്നെ തോന്നും എന്ന കാര്യത്തിൽ സംശയമില്ല. അതിൻ്റെ അർത്ഥം സൂറത്തുൽ ഫാത്തിഹ മാത്രം ഓതിക്കൊണ്ട് നമസ്കരിച്ചു എന്നാണോ? അല്ല, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ 2 റക്അത്തിൽ ഖുർആനിലെ മറ്റു സൂറത്തുകളിൽ നിന്നും ആയത്തുകളിൽ നിന്നും ഓതിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ലഘുവായി നമസ്കരിച്ചു എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റു നമസ്കാരങ്ങളെ അപേക്ഷിച്ച് അത് ലഘുവായിരുന്നു. എന്നാൽ അതിൽ പാരായണം ചെയ്യാനുള്ള സൂറത്തുകൾ, ആയത്തുകൾ പരിശോധിക്കുക. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖറഅ ഫീ റകഅതൈൽ ഫജ്ർ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ വഖുൽ ഹുവല്ലാഹു അഹദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫജ്ർ നമസ്കാരത്തിലെ, അഥവാ ഫജ്റിൻ്റെ തൊട്ട് മുമ്പുള്ള 2 റക്അത്ത് നമസ്കാരത്തിനാണ് ഇങ്ങനെ പ്രയോഗിക്കുന്നത്. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതൊക്കെയാണ് പാരായണം ചെയ്തത്? ഒന്ന്, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, സൂറത്തുൽ കാഫിറൂൻ 1-ാമത്തെ റക്അത്തിലും, വഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന അധ്യായം 2-ാമത്തെ റക്അത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്തിരുന്നു. അപ്പോൾ ലഘുവാണെങ്കിലും ഈ സൂറത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പാരായണം ചെയ്തിരുന്നു. ഇനി ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു, അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നുള്ള ഹദീസാണ്. അദ്ദേഹം പറയുന്നു, കാന യഖറഉ ഫീ റകഅതൈൽ ഫജ്ർ ഫിൽ ഊലാ മിൻഹുമാ ഖൂലു ആമന്നാ ബില്ലാഹി വമാ ഉൻസില ഇലൈനാ വമാ ഉൻസില ഇലാ ഇബ്രാഹീമ വ ഇസ്മാഈൽ എന്ന് തുടങ്ങുന്ന ആയത്ത് സൂറത്തുൽ ബഖറയിലെ 136-ാമത്തെ ആയത്താണ്. ശ്രദ്ധിക്കുക, പരിശോധിക്കുക, അതിൻ്റെ അർത്ഥവുമെല്ലാം പരിശോധിക്കുക. ഇവിടെ നാം അത് വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. സൂറത്തുൽ ബഖറയിലെ 136-ാമത്തെ ആയത്ത്, ഖൂലു പറയുക, ആമന്ന ബില്ലാ ഞങ്ങൾ അല്ലാഹുവിലും വമാ ഉൻസില ഇലൈന ഞങ്ങളിലേക്ക് അവതരിപ്പിക്കപ്പെട്ടതിലും എന്നിങ്ങനെ തുടങ്ങിയിട്ടുള്ള ആ ആയത്തും അതിൻ്റെ അർത്ഥവും നിങ്ങൾ പരിശോധിക്കുക. ഇതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 1-ാമത്തെ ആയത്തിൽ ഓതിയത്. പിന്നെയോ വഫിൽ ആഖിറതി മിൻഹുമ 2-ാമത്തെ റക്അത്തിലോ ആമന്ന ബില്ലാഹി വഷ്ഹദ് ബി അന്നാ മുസ്ലിമൂൻ എന്ന
സൂറത്തു ആലി ഇമ്രാനിലെ 52-ാമത്തെ ആയത്ത്. അത് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ഫലമ്മ അഹസ്സ ഈസ മിൻഹുമുൽ കുഫറ ഖാല മൻ അൻസാരി ഇലല്ലാഹ് ഖാലൽ ഹവാരിയൂന നഹ്നു അൻസാറുല്ലാഹ് ആമന്നാ ബില്ലാഹി വഷ്ഹദ് ബിഅന്നാ മുസ്ലിമൂൻ. സൂറത്തു ആലി ഇമ്രാനിലെ 52-ാമത്തെ ആയത്താണ്. അപ്പോൾ ഒന്നാമത്തെ റക്അത്തിൽ സൂറത്തുൽ ബഖറയിലെ 136-ാമത്തെ ആയത്തും രണ്ടാമത്തെ റക്അത്തിൽ സൂറത്തു ആലി ഇമ്രാനിലെ 52-ാമത്തെ ആയത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പാരായണം ചെയ്തിരുന്നു. ഇനി മറ്റൊരു ഹദീസ് ശ്രദ്ധിക്കുക. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് തന്നെയുള്ള ഹദീസാണ്. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖറഉ ഫീ റകഅത്തിൽ ഫജ്ർ ഖൂലു ആമന്നാ ബില്ലാഹി വമാ ഉൻസില ഇലൈനാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫജ്റിന് മുമ്പുള്ള 2 റക്അത്തിലെ ഒന്നാമത്തെ റക്അത്തിൽ സൂറത്തുൽ ബഖറയിലെ 136-ാമത്തെ ആയത്തായ ഖൂലു ആമന്നാ ബില്ലാഹി എന്ന് തുടങ്ങുന്ന ആയത്ത് ഓതിയിരുന്നു. രണ്ടാമത്തെ റക്അത്തിലോ വല്ലത്തി ഫി ആലി ഇമ്രാൻ ഖുൽ യാ അഹ്ലൽ കിതാബി തആലൗ ഇലാ കലിമത്തിൻ സവാഇൻ ബൈനനാ വബൈനക്കും. സൂറത്തു ആലി ഇമ്രാനിലെ 64-ാമത്തെ ആയത്താണ്. സൂറത്തു ആലി ഇമ്രാനിലെ 64-ാമത്തെ ആയത്ത്. നേരത്തെ ഹദീസിലുള്ളത് 52-ാമത്തെ ആയത്ത്. അപ്പോൾ ആ ആയത്ത് മോദിയിരുന്നു. 64-ാമത്തെ ഖുൽ യാ അഹ്ലൽ കിതാബി തആലൗ ഇലാ കലിമത്തിൻ സവാഇൻ ബൈനനാ വബൈനക്കും എന്ന ആയത്തും ഓതിയിരുന്നു. ഈ ആയത്തുകൾ പരിശോധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാകും തൗഹീദുമായി ബന്ധപ്പെട്ടുള്ള ഇസ്ലാമിൻ്റെ ആദർശവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. സൂറത്തുൽ കാഫിറൂൻ ആണെങ്കിലും അത് തൗഹീദാണ്, ഷിർക്കിൽ നിന്ന് മുക്തമാകുന്ന അവസ്ഥയാണ്. സൂറത്തുൽ ഇഖ്ലാസും അങ്ങനെ തന്നെ. സൂറത്തുൽ ബഖറയിലെ 136-ാമത്തെ ആയത്തും ഇസ്ലാമിൻ്റെ സകല പ്രവാചകന്മാരുടെയും ആദർശം പ്രഖ്യാപിക്കുന്നു. അത് തന്നെയാണ് സൂറത്തു ആലി ഇമ്രാനിലെ 52-ാമത്തെ ആയത്തിലും 64-ാമത്തെ ആയത്തിലും എല്ലാം ഉള്ളത്. അപ്പോൾ ഈ സൂറത്തുകളും ആയത്തുകളും ഓതിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലഘുവായ രൂപത്തിൽ ആ നമസ്കാരം നിർവഹിച്ചിരുന്നു. അപ്പോൾ ലഘുവായത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് സൂറത്തുകളോ ആയത്തുകളോ ഓതാതെയല്ല എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. അതോടൊപ്പം വളരെ ഭംഗിയായും ചിട്ടയോടുകൂടിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ 2 റക്അത്ത് നമസ്കാരം നിർവഹിച്ചിരുന്നു എന്നും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. മാത്രമല്ല ഒരു പോയിന്റ് കൂടി ഇതിൽ നിന്ന് ലഭിക്കും. നമുക്ക് പരിശുദ്ധ ഖുർആനിലെ സൂറത്തുകളിൽ നിന്നോ അല്ലെങ്കിൽ ഇടക്കുള്ള ആയത്തുകളിൽ നിന്നോ നമസ്കാരത്തിൽ ഓതാവുന്നതാണ്. ചില ആളുകൾ ധരിച്ചിട്ടുള്ളതുപോലെ ഒരു സൂറത്ത് മുഴുവനായും തന്നെ ഓതണമെന്നില്ല, സൂറത്തിൻ്റെ തുടക്കത്തിൽ നിന്ന് തന്നെ ഓതണമെന്നില്ല, അതല്ലെങ്കിൽ അവസാന ഭാഗത്ത് നിന്ന് മാത്രമേ ഓതാൻ പാടുള്ളൂ എന്നില്ല. മറിച്ച് ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് തന്നെയുള്ള ആയത്തുകളും ഓതാവുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ സുന്നത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇനി ഇതിനോട് ചേർത്ത് മനസ്സിലാക്കേണ്ടുന്ന മറ്റൊരു സുന്നത്താണ് ഈ ഫജ്റിന് മുമ്പുള്ള 2 റക്അത്ത് നമസ്കാരം നിർവഹിച്ചാൽ ഒരല്പം വലതുവശത്തേക്ക് ചരിഞ്ഞുകൊണ്ട് കിടക്കൽ സുന്നത്താണ്. ഉറങ്ങിപ്പോകുമെന്ന് ഭയപ്പെടാത്ത ആളുകൾ. എന്നാൽ അങ്ങനെ കിടന്നാൽ ഉറങ്ങിപ്പോകും, ഫജ്ർ നഷ്ടപ്പെടുമെന്നൊരാൾക്ക് തോന്നിയാൽ അയാൾ അങ്ങനെ ചെയ്യാനും പാടില്ല. അത് പ്രത്യേകം ഞാൻ ആമുഖമായി തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇമാം തിർമിദി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, ഇദാ സ്വല്ല അഹദുക്കും റകഅത്തൈൽ ഫജ്ർ, നിങ്ങളിൽ ആരെങ്കിലും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നിങ്ങളിൽ ആരെങ്കിലും ഫജ്റിന് മുമ്പുള്ള 2 റക്അത്ത് നമസ്കരിച്ചാൽ ഫൽയദ്തജി അലാ യമീനിഹി, വലതുവശത്തേക്ക് തിരിഞ്ഞുകൊണ്ട് ആ വ്യക്തി അല്പം കിടക്കട്ടെ. ഇവിടെ ഉറങ്ങട്ടെ എന്ന് പറഞ്ഞിട്ടില്ല, കിടക്കട്ടെ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സുബൈക്ക് തൊട്ടു മുമ്പുള്ള 2 റക്അത്ത് നമസ്കരിച്ചു കഴിഞ്ഞാൽ വലതുവശത്തേക്ക് ചരിഞ്ഞുകൊണ്ട് ഒരല്പം കിടക്കൽ എന്താണ്? സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം അത് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അത് നിർബന്ധമല്ല, വാജിബല്ല. എന്തുകൊണ്ട്? ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാന ഇദാ സ്വല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിച്ചു കഴിഞ്ഞാൽ ഫഇൻ കുൻതു മുസ്തൈഖിവതൻ ഹദ്ദസനി, ഞാൻ ഉണർന്നിരിക്കുകയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് സംസാരിക്കും. വ ഇല്ല ലുതജഅ ഹത്താ യുഅ്ദന ബിസ്സലാഹ്, ഇല്ല എങ്കിലോ നമസ്കാരത്തിന് ഇഖാമത്ത് കൊടുക്കുന്നത് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്പം കിടക്കും. ഇത് ഫജ്റിന് തൊട്ട് മുമ്പുള്ള 2 റക്അത്തിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിയിൽ വിത്ർ നമസ്കരിച്ച് കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്പം കിടക്കാറുണ്ട്. പിന്നീട് ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് 2 റക്അത്ത് ഫജ്റിൻ്റെ നമസ്കാരം നിർവഹിക്കും. പിന്നീട് അള്ളാഹുവിൻ്റെ റസൂൽ ഒരല്പം വലതുവശത്തേക്ക് ചരിഞ്ഞുകൊണ്ട് കിടക്കും. ആയിഷ റളിയല്ലാഹു അൻഹ എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ അവരോട് സംസാരിച്ചിരിക്കും. അപ്പോൾ എപ്പോഴും കിടക്കാറില്ല, അത് വുജൂബല്ല എന്ന് മനസ്സിലായി. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ആരെങ്കിലും അങ്ങനെ നമസ്കരിച്ചു കഴിഞ്ഞാൽ വലതുവശത്തേക്ക് ചരിഞ്ഞുകൊണ്ട് അല്പം കിടക്കട്ടെ. എന്നാൽ ആ കിടത്തം
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴും തൻ്റെ കൈകൾ ഇങ്ങനെ നാട്ടിക്കൊണ്ടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിടന്നിരുന്നത്, അഥവാ ഉറങ്ങിപ്പോവാതിരിക്കാൻ. അതുകൊണ്ട് ഉറങ്ങിപ്പോകുമെന്ന് ഭയപ്പെടുന്നവർ ഒരിക്കലും ഫജ്ർ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഈ സുന്നത്തിന് വേണ്ടി ഒരു വാജിബിനെ നഷ്ടപ്പെടുത്താൻ പാടില്ല. എന്നാൽ അങ്ങനെ ഉറങ്ങുകയില്ല എന്ന് ഉറപ്പുള്ള ആളുകൾ ഒരല്പം അങ്ങനെ കിടക്കുന്നത് കൊണ്ട് വിരോധമില്ല. എന്നാൽ ഉലമാക്കൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, പള്ളിയിൽ വെച്ചാണ് നമസ്കരിക്കുന്നതെങ്കിൽ അപ്പോൾ അവിടെ കിടക്കേണ്ടതില്ല. ഇമാം അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തിയതുപോലെ നബിയോ സഹാബികളോ പള്ളിയിൽ വെച്ച് ഫജ്റിന് തൊട്ട് മുമ്പുള്ള 2 റക്അത്ത് നമസ്കരിച്ചതിന് ശേഷം കിടന്നതായി നമുക്ക് ഹദീസുകളിലോ ഒന്നും കാണാൻ സാധിക്കില്ല. സഹാബികൾ വ്യാപകമായി അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ അത് റിവായത്ത് ചെയ്യപ്പെടുമായിരുന്നു. പക്ഷേ അങ്ങനെ ചെയ്യപ്പെട്ട് കാണുന്നില്ല. അതുകൊണ്ട് ഉലമാക്കൾ പറഞ്ഞു, ഇത് വീട്ടിൽ വെച്ചാകുമ്പോഴുള്ള സുന്നത്താണ്. എന്നാൽ പള്ളിയിലാകുമ്പോൾ മറ്റു പല ആളുകളും ഉണ്ടാകും, അവർക്ക് പ്രയാസമുണ്ടാകുന്ന ഒരു അവസ്ഥ ഉണ്ടാകുവാൻ പാടില്ലല്ലോ എന്നതുകൊണ്ട് തന്നെ പള്ളിയിൽ അത് പ്രത്യേകം ചെയ്യേണ്ടതില്ല എന്ന് പല പണ്ഡിതന്മാരും സൂചിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് കൂടുതൽ അറിയുന്നവൻ. അപ്പോൾ ഇങ്ങനെ ഒരു സുന്നത്ത് കൂടി ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ഇനി ഒരാൾക്ക് ബാങ്ക് കൊടുത്തു ജമാഅത്തിന് മുമ്പായിക്കൊണ്ട് ഈ ഒരു 2 റക്അത്ത് നമസ്കരിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിലോ, ഒന്നുകിൽ മറന്നുപോയി, അതല്ലെങ്കിൽ നേരം വൈകിപ്പോയി, അല്ലെങ്കിൽ ഉറങ്ങിപ്പോയി, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ശുഗലുകൾ വന്നു, യാത്രയിലാണ്, ചില പ്രയാസങ്ങൾ വന്നു, അതുകൊണ്ട് തന്നെ ഫജ്റിന് മുമ്പ് ഇത് നിർവഹിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലോ ഇൻഷാ അള്ളാഹ് ഫജ്റിന് ശേഷം, നമസ്കാരത്തിന് ശേഷം ഇത് നിർവഹിക്കാവുന്നതാണ്. കാരണം അത്രയും ഈ നമസ്കാരത്തിന് പ്രാധാന്യമുണ്ട്. എന്താണ് തെളിവ്? ഇബ്നു ഹിബ്ബാൻ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു. ഖൈസ് ഇബ്നു ഖഹദ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അന്നഹു സ്വല്ലാ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുബ്ഹ്, നബിയുടെ കൂടെ അദ്ദേഹം സുബൈ നമസ്കരിച്ചു. ആരാണ്? ഖൈസ് ഇബ്നു ഖഹദ് എന്ന് പറയുന്ന സ്വഹാബി റളിയല്ലാഹു അൻഹു. വലം യകുൻ റകഅത്തൽ ഫജ്ർ, ഫജ്റിന് തൊട്ട് മുമ്പുള്ള 2 റക്അത്ത് അദ്ദേഹം നമസ്കരിച്ചിരുന്നില്ല. ഫലമ്മ സല്ലമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലമ മഅഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സലാം വീട്ടിയപ്പോൾ അദ്ദേഹവും സലാം വീട്ടി. അങ്ങനെ നമസ്കാരത്തിൽ നിന്ന് വിരമിച്ചപ്പോൾ അദ്ദേഹം എന്തു ചെയ്തു? സുമ്മ ഖാമ ഫറക റകഅത്തൽ ഫജ്ർ, പിന്നെ അദ്ദേഹം എഴുന്നേറ്റുകൊണ്ട് ഫജ്റിന് തൊട്ട് മുമ്പുള്ള 2 റക്അത്ത് നമസ്കരിക്കാൻ തുടങ്ങി. വറസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൻദുറു ഇലൈഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ നോക്കിക്കൊണ്ടേ നിന്നു. ഫലം യുൻകിർ ദാലിക അലൈഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ എതിർത്തില്ല. അപ്പോൾ നമുക്കറിയാം പ്രവാചകൻ അംഗീകരിച്ചാലും അതെന്താണ്? സുന്നത്താണ്. അപ്പോൾ ഫജ്ർ നമസ്കരിച്ചതിന് ശേഷമാണ് അദ്ദേഹം 2 റക്അത്ത് ഫജ്റിൻ്റെ നമസ്കാരം, സുന്നത്ത് നമസ്കാരം നിർവഹിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് എതിർത്തില്ല. അതിൽ നിന്ന് എന്തു മനസ്സിലായി? ഒരാളോട് അങ്ങനെ വിട്ടുപോയാൽ ഫജ്റിന് ശേഷം അത് നിർവഹിക്കാം. ചില ഉലമാക്കൾ പറഞ്ഞു അത് പതിവാക്കാൻ പാടില്ല. കാരണം നമുക്കറിയാം ഇത് ഫജ്റിന് മുമ്പ് നിർവഹിക്കേണ്ട സുന്നത്ത് നമസ്കാരമാണ്. മാത്രമല്ല ഫജ്ർ നമസ്കാരത്തിന് ശേഷം സൂര്യൻ ഉദിക്കുന്നത് വരെ നമസ്കരിക്കാൻ പാടില്ല എന്ന പൊതുവായ വിലക്ക് ഉണ്ട് താനും. അപ്പോൾ പിന്നെ ഇത് പതിവാക്കുന്നത് ഖൈറല്ല, മാത്രമല്ല അത് അതിൻ്റെ സ്ഥാനത്തെ തെറ്റിക്കലുമാണ് എന്ന് ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പതിവാക്കാത്ത രൂപത്തിൽ ആരോടെങ്കിലും വല്ലപ്പോഴും ഉറങ്ങിപ്പോകുന്നു, അല്ലെങ്കിൽ മറന്നുപോയി, നേരം വൈകിപ്പോയി, അത്തരം സാഹചര്യങ്ങളിലൊക്കെ അവർക്ക് ഫജ്ർ നമസ്കാരം കഴിഞ്ഞ ഉടനെ ഈ 2 റക്അത്ത് ഖളാ വീട്ടാവുന്നതാകുന്നു. അതേപോലെ തന്നെ ഇബ്നു മാജ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ കാണാം, ഖൈസ് ഇബ്നു അംർ റളിയല്ലാഹു തആല അൻ അദ്ദേഹം പറയുകയാണ്, ഖാല റഅൻ നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റജുലൻ യുസല്ലി ബഅദ സ്വലാത്തി സുബ്ഹി റക്അത്തൈൻ, സുബൈ നമസ്കാരത്തിന് ശേഷം 2 റക്അത്ത് നമസ്കരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു. ഒരു സ്വഹാബി അങ്ങനെ നമസ്കരിക്കുന്നത് പ്രവാചകൻ കണ്ടു. ഫഖാല നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസ്വലാത്തു സുബ്ഹി മറത്തൈൻ, അള്ളാഹുവിൻ്റെ റസൂൽ ചോദിച്ചു, സുബൈ നമസ്കാരം 2 തവണ നിർവഹിക്കുകയാണോ? ഫഖാല ലഹു റജുൽ, അപ്പോൾ ആ വ്യക്തി പറഞ്ഞു, ഇന്നി ലം അകുൻ സ്വല്ലൈതു റകഅത്തൈനി ലതൈനി ഖബ്ലഹാ ഫസല്ലൈതുഹുമാ, നബിയെ ഞാൻ സുബൈക്ക് മുമ്പുള്ള 2 റക്അത്ത് നമസ്കരിച്ചിട്ടുണ്ടായിരുന്നില്ല, അതാണ് ഞാനിപ്പോൾ നിർവഹിച്ചിട്ടുള്ളത്. ഫസക്കത്തൻ നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ മിണ്ടാതിരുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ റസൂൽ അത് അംഗീകരിച്ചു എന്നർത്ഥം. അപ്പോൾ ഫജ്റിന് ശേഷവും ഇതേപോലെയുള്ള സാഹചര്യത്തിൽ അത് ഖളാ വീട്ടാവുന്നതാണ്. എന്നാൽ കൂടുതൽ അഫ്ളലായ സമയം എപ്പോഴാണ്? സ്വഹീഹായ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാം. ഫജ്റിന് മുമ്പ് നമുക്കിത് നിർവഹിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ കൂടുതൽ അഫ്ളൽ സൂര്യൻ ഉദിച്ച് ഉയരുന്നത് വരെ കാത്തു നിൽക്കലാണ്. കാരണം മൊത്തത്തിൽ ഫജ്ർ നമസ്കാരത്തിന് ശേഷം സൂര്യോദയം വരെ നമസ്കരിക്കാനുള്ള പൊതുവായ വിലക്കുള്ളതുകൊണ്ട് ആ വിലക്കിനെ മാനിച്ചുകൊണ്ട് ഒരാൾ സൂര്യൻ ഉദിക്കുന്നത് വരെ കാത്തുനിന്ന് പിന്നീട് ഒരു 10 മിനിറ്റോ മറ്റോ കഴിഞ്ഞ് സൂര്യൻ നന്നായി
ഉയർന്നതിന് ശേഷം ഈ വിട്ടുപോയ 2 റക്അത്ത് നമസ്കരിക്കലാണ് കൂടുതൽ അഫ്ളൽ. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ തെളിവുണ്ട്. ഷർഹു മുഷ്കിലിൽ ആസാരിൽ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നുള്ള ഒരു റിവായത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുന്നു, അൻ നാഫി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അന്ന ഇബ്നു ഉമർ ജാഅ ഫദഖലൽ മസ്ജിദ വഹും ഫീ സ്വലാത്തി സുബ്ഹ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പള്ളിയിലേക്ക് വന്നപ്പോൾ അവിടെ ജമാഅത്ത് നടക്കുകയാണ്, സുബൈ ജമാഅത്ത് നടക്കുകയാണ്. അദ്ദേഹം ജമാഅത്തിൻ്റെ കൂടി വലം യകുനു സ്വല്ല റകഅത്തൈൽ ഫജ്ർ, ഫജ്റിന് മുമ്പുള്ള 2 റക്അത്ത് അദ്ദേഹം നമസ്കരിച്ചിരുന്നില്ല. ഫദഖല മഅഹും ഫീ സ്വലാത്തിഹിം, എന്നാൽ അവരുടെ കൂടെ ജമാഅത്തിൽ പങ്കെടുത്തു. സുമ്മൻതളറ ഹത്ത ഇദാ ത്വലഅത്തി ശംസ്, സൂര്യൻ ഉദിക്കുന്നത് വരെ അദ്ദേഹം കാത്തുനിന്നു. വഹല്ലത്തി സ്വലാത്തു സ്വല്ലാഹുമ, അങ്ങനെ നമസ്കാരത്തിൻ്റെ സമയമായപ്പോൾ എന്ന് പറഞ്ഞാൽ സൂര്യൻ ഉദിച്ച് ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ഈ 2 റക്അത്ത് നമസ്കരിച്ചു. ഇതിൽ നമുക്ക് 3 വിഷയങ്ങളിൽ തെളിവ് ലഭിക്കുന്നുണ്ട്. ഒന്നാമത്തത്, നാം പള്ളിയിലേക്ക് വരുമ്പോൾ അവിടെ ജമാഅത്ത് നടക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ജമാഅത്ത് തുടങ്ങാനായിട്ടുണ്ടെങ്കിൽ അപ്പോൾ നാം ആ ജമാഅത്തിൽ പങ്കെടുക്കുകയാണ് വേണ്ടത്. പല ആളുകളും ഈ ഒരു നമസ്കാരത്തിൻ്റെ പ്രാധാന്യം പരിഗണിച്ച് ജമാഅത്ത് അവിടെ നടന്നാലും ശരി, അവരെന്ത് ചെയ്യുന്നു, ഇത് നമസ്കരിച്ചതിന് ശേഷം മാത്രമാണ് ജമാഅത്തിൽ പങ്കെടുക്കുന്നത്. അത് ശരിയല്ല. ജമാഅത്ത് നടക്കുമ്പോൾ അതിൻ്റെ കൂടെ ചേരേണ്ടതുണ്ട്. ജമാഅത്ത് തുടങ്ങാനായി ഈ നമസ്കാരം നിർവഹിക്കാൻ സമയമില്ലെങ്കിലും ജമാഅത്തിന് വേണ്ടി കാത്തു നിൽക്കുകയും അത് കഴിഞ്ഞിട്ടാണ് ഇത് നിർവഹിക്കേണ്ടത്. അല്ലാതെ ചില ആളുകൾ ചെയ്യുന്നത് പോലെ അവിടെ ജമാഅത്ത് നടക്കുന്നുണ്ടെങ്കിലും ഒരു വേള തനിക്ക് ജമാഅത്ത് തന്നെ നഷ്ടപ്പെടും എന്ന അവസ്ഥയിലും പല ആളുകളും എന്ത് ചെയ്യുന്നു, പലപ്പോഴും മറ്റു ചില രാജ്യങ്ങളിലുള്ള ആളുകളൊക്കെ അങ്ങനെ ചെയ്യുന്നത് കാണാം. അത് ശരിയല്ല. മറിച്ച് ജമാഅത്തിൽ പങ്കെടുക്കുക. അതിനുള്ള ഒരു തെളിവ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ ഒരു പ്രവൃത്തിയിലുണ്ട്. രണ്ടാമത്തത്, സൂര്യൻ ഉദിച്ചു ഉയരുന്നത് വരെ അദ്ദേഹം കാത്തുനിന്നു. നമുക്കറിയാം, ഫജറിന് ശേഷം ഉടനെ തന്നെ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നമസ്കരിച്ച മറ്റൊരു റിവായത്ത് നമുക്ക് ചില ഹദീസിൽ കാണാം. അപ്പോൾ അത് ജായിസാണ് എന്നർത്ഥം, അനുവദനീയമാണ്. ഫജർ കഴിഞ്ഞ ഉടനെ തന്നെ നിർവഹിക്കാം. എന്നാൽ സൂര്യൻ ഉദിക്കുന്നത് വരെ കാത്തു നിന്നാൽ അഫ്ളലാണ് എന്ന് ഈ ഹദീസിൽ തെളിവുണ്ട്. അത് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ തെളിവ്, ഫജറിന് മുമ്പ് നമസ്കാരം വിട്ടുപോയ ആളുകൾക്ക് അതിന് ശേഷവും നിർവഹിക്കാവുന്നതാകുന്നു എന്നതിനും ഇതിൽ തെളിവുണ്ട്. മാത്രമല്ല, ഇമാം തിർമിദി റഹ്മത്തുള്ളാഹി അലൈഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ പ്രവൃത്തിക്ക് പ്രവാചകൻ്റെ സുന്നത്തിൻ്റെ അടിസ്ഥാനമുണ്ട്. ഇമാം തിർമിദി അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അൻ അബീ ഹുറൈറത റളിയല്ലാഹു തആല അൻ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ലം യുസല്ലി റകഅത്തൈൽ ഫജ്ർ ഫലിയുസല്ലിഹിമാ ബഅദമാ തത്ലുഉ ശംസ്. ആരെങ്കിലും സുബൈയുടെ 2 റക്അത്ത് നമസ്കരിച്ചിട്ടില്ലെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ആരെങ്കിലും മൻ ലം യുസല്ലി റകഅത്തൈൽ ഫജ്ർ, ഫജ്റിൻ്റെ തൊട്ട് മുമ്പുള്ള 2 റക്അത്ത് ആരെങ്കിലും നമസ്കരിച്ചിട്ടില്ലെങ്കിൽ ഫലിയുസല്ലിഹിമാ ബഅദമാ തത്ലുഉ ശംസ്, സൂര്യൻ ഉദിച്ചതിന് ശേഷം അവരത് നിർവഹിക്കട്ടെ. അപ്പോൾ ഇവിടെ പ്രവാചകൻ പ്രത്യേകം പറയുകയാണ്, സൂര്യൻ ഉദിച്ചതിന് ശേഷം അവരത് നിർവഹിക്കട്ടെ. അപ്പോൾ അതാണ് കൂടുതൽ അഫ്ദൽ എന്ന് മനസ്സിലായി. എന്നാൽ നമസ്കാരം കഴിഞ്ഞ ഉടനെ നമസ്കരിച്ച ആളുകളെ നബി എതിർത്തതുമില്ല. അപ്പോൾ എന്ത് മനസ്സിലായി? അതും അനുവദനീയമാണ്. കൂടുതൽ ശ്രേഷ്ഠം എന്ന് പറയുന്നത് സൂര്യൻ ഉദിച്ചതിന് ശേഷമാണ്. ഇനി ഒരു ചോദ്യത്തിന് കൂടി നാം ഉത്തരം കാണുകയാണ്. ഫജ്ർ നമസ്കാരം കഴിഞ്ഞു, നമ്മൾ നമസ്കരിച്ചിട്ടില്ല അതിന് തൊട്ടുമുമ്പുള്ള സുന്നത്ത് നമസ്കാരം. സൂര്യൻ ഉദിച്ചും കഴിഞ്ഞു, അല്ല ളുഹർ നമസ്കാരം തന്നെ കഴിഞ്ഞു. അപ്പോഴാണ് ഓർമ്മയാവുന്നത് നമസ്കരിച്ചിട്ടില്ല എന്നുള്ളത്. അതല്ലെങ്കിൽ നമസ്കരിക്കണമെന്ന ആ ഒരു ചിന്ത വന്നത് ളുഹറിന് ശേഷമാണ് അല്ലെങ്കിൽ അസറിന് ശേഷമാണ്. എന്തു ചെയ്യണം? ആ സമയത്ത് നിർവഹിക്കാമോ? അതല്ല ഫജ്ർ കഴിഞ്ഞ ഉടനെ തന്നെയോ സൂര്യൻ ഉദിച്ച ഉടനെയോ ഇത് നിർവഹിക്കേണ്ടതുണ്ടോ? വൈകിയാലോ ളുഹർ കഴിഞ്ഞാലോ ഇത് നിർവഹിക്കാമോ? ഉലമാക്കൾ പറഞ്ഞു ഇത് നിർവഹിക്കാമെന്നാണ്. അതിനവർ മൊത്തത്തിൽ കാണുന്ന തെളിവ് ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു. അൻ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു ഖാല നബിയുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, മൻ നസിയ സ്വലാത്തൻ ഔ നാമ അൻഹ, ആരെങ്കിലും ഒരു നമസ്കാരം മറന്നുപോയി, നമസ്കരിക്കാൻ മറന്നുപോയി, സ്വാഭാവികമാണ്. ഔ നാമ അൻഹ, അല്ലെങ്കിൽ ഉറങ്ങിപ്പോയാൽ, ഫകഫാറത്തുഹ, അതിൻ്റെ കഫാറത്ത് എന്താണ്? അൻ യുസല്ലിയഹ ഇദാ ദക്കറഹ, ഓർമ്മയാകുമ്പോൾ ആ നമസ്കാരം നിർവഹിച്ചോട്ടെ, ഓർമ്മയാകുമ്പോൾ ആ നമസ്കാരം നിർവഹിക്കട്ടെ. അപ്പോൾ പതിവായി നമസ്കാരം നിർവഹിക്കുന്ന ഒരാൾ ഒരു ദിവസം ഉറങ്ങിപ്പോയി, അല്ലെങ്കിൽ അദ്ദേഹത്തോട് വിട്ടുപോയി, മറന്നുപോയി, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ശുഗലുകളിലായിപ്പോയി എങ്കിൽ ഓർമ്മയാകുമ്പോൾ ആ നമസ്കാരം നിർവഹിക്കട്ടെ എന്നാണ്.
പല പണ്ഡിതന്മാരും പറഞ്ഞു ഇത് നിർബന്ധ നമസ്കാരത്തിന് മാത്രമല്ല, മറിച്ച് ഇവിടെ സ്വലാത്തൻ എന്നാണ്, മന്നസിയ സ്വലാത്തൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതേത് നമസ്കാരവുമാകാം. അതുകൊണ്ട് തന്നെ സുന്നത്ത് നമസ്കാരവും പതിവായ ഒരാൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, റവാത്തിബ് സുന്നത്തുകളും മറ്റുമൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എപ്പോഴാണോ ഓർമ്മയാവുന്നത് ആ സമയത്തത് നിർവഹിക്കാവുന്നതാകുന്നു എന്ന് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാം എന്നാണ്. മാത്രമല്ല നിങ്ങൾ നോക്കൂ, ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അസർ നമസ്കാരത്തിന് ശേഷം 2 റക്അത്ത് നമസ്കരിച്ചു. ശ്രദ്ധിക്കുക, അസർ നമസ്കാരത്തിന് ശേഷം 2 റക്അത്ത് നമസ്കരിച്ചു. നമുക്കറിയാം സുബൈക്ക് ശേഷവും അസർ നമസ്കാരത്തിന് ശേഷവും പ്രത്യേകം സുന്നത്ത് നമസ്കാരമില്ല. അപ്പോൾ അസർ നമസ്കാര ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണിത് നിർവഹിക്കുന്നത്? അപ്പോൾ പ്രവാചകൻ ചോദിക്കപ്പെട്ടു, എന്താണ് നബിയെ, അസറിന് ശേഷം നമസ്കരിക്കരുതെന്ന് നിങ്ങൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, പക്ഷേ നിങ്ങൾ നമസ്കരിക്കുന്ന ഈ 2 റക്അത്ത് എന്താണ്? അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ മറുപടി ഇമാം ബുഖാരി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസാണ്. വ ഇന്നഹു അതാനി നാസുൻ മിൻ അബ്ദുൽ ഖൈസ്, അബ്ദുൽ ഖൈസ് ഗോത്രത്തിൽപ്പെട്ട ചില ആളുകൾ എൻ്റെ അടുക്കൽ വന്നു. ഫശഗലൂനി അനി റക്അത്തൈനി ലതൈനി ബഅദ ളുഹർ, ളുഹറിന് ശേഷമുള്ള 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കാൻ എനിക്ക് സാധിച്ചില്ല. ഞാൻ അവരുമായിട്ടുള്ള സംഭാഷണത്തിലായിപ്പോയി. ളുഹറിന് ശേഷമുള്ള 2 റക്അത്ത്, ഫഹുമാ ഹാത്താൻ, അതാണ് ഈ 2 റക്അത്ത്. അപ്പോൾ ളുഹറിന് ശേഷമുള്ള 2 റക്അത്ത് നമസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചത് എപ്പോഴാണ്? അസറിന് ശേഷമാണ്. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് സാധിച്ചത്. അതുകൊണ്ട് പ്രവാചകൻ ആ സമയത്ത് നിർവഹിച്ചു. ഇത് എല്ലാവർക്കും ബാധകമാണ്, മറ്റ് സുന്നത്ത് നമസ്കാരങ്ങളിലും ബാധകമാണ് എന്നാണ് പ്രബലമായ പണ്ഡിതാഭിപ്രായം. അതുകൊണ്ട് തന്നെ സുബൈക്ക് മുമ്പുള്ള 2 റക്അത്ത് നമസ്കാരം ഒരാളോട് വിട്ടുപോയാൽ, ഉറങ്ങിപ്പോയാൽ, അത് ളുഹറിന് ശേഷമാണ് ഓർമ്മയായതെങ്കിലും ആ വ്യക്തിക്ക് ആ സമയത്ത് നിർവഹിക്കാം. അസറിന് ശേഷമാണ് ഓർമ്മയായതെങ്കിലും ആ വ്യക്തിക്ക് നിർവഹിക്കാം. ആ ദിവസത്തിൽ ചില പണ്ഡിതന്മാർ പറഞ്ഞത് ആ ദിവസത്തിൽ ഏത് സമയത്ത് ഓർമ്മയായാലും നിർവഹിക്കാം, ആ ദിവസത്തിന് ശേഷവും വേണമെങ്കിൽ നിർവഹിക്കാമെന്നും പറഞ്ഞവരുണ്ട്. അഥവാ മറന്നു പോവുകയോ ഉറങ്ങിപ്പോവുകയോ ആണെങ്കിൽ അത്തരം കേസുകളിൽ ഒരാൾ ഉറങ്ങിപ്പോയി അല്ലെങ്കിൽ മറന്നുപോയി എങ്കിൽ എപ്പോഴാണോ ഓർമ്മയായത് ആ സമയത്ത് നിർവഹിക്കുന്നതിൽ വിരോധമില്ല എന്നുവരെ പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അല്ലാഹു ആലം. ഏറ്റവും ചുരുങ്ങിയത് നമുക്ക് ആ ദിവസങ്ങളിൽ തന്നെ നിർവഹിക്കുന്നതിന് യാതൊരു വിരോധവുമില്ല എന്ന് മനസ്സിലാക്കുക. ഇത്രയുമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുവാനുള്ളത്. അപ്പോൾ അൽഹംദുലില്ലാ, വളരെ വ്യക്തമായി ഫജ്ർ നമസ്കാരത്തിന് തൊട്ട് മുമ്പുള്ള 2 റക്അത്ത് നമസ്കാരം ഫജ്ർ ബാങ്ക് കൊടുത്തതിന് ശേഷമാണ് നിർവഹിക്കേണ്ടത്. അത് യാത്രയിൽ പോലും ഉപേക്ഷിക്കാതിരിക്കലാണ് ഖൈറ്. എത്ര വൈകിയാലും അത് നമസ്കരിച്ചതിന് ശേഷം സുബൈ നമസ്കരിക്കുക. നബിയുടെ മാതൃക അതിനുണ്ട്. തിരക്ക് കൂട്ടിക്കൊണ്ട് ധൃതിയിൽ നമസ്കരിക്കാതിരിക്കുക. അതേ സന്ദർഭത്തിൽ അത് വളരെ ഭംഗിയായും ലഘുവായും നിർവഹിക്കുക. സൂറത്തുൽ കാഫിറൂൻ, സൂറത്തുൽ ഇഖ്ലാസ്, അല്ലെങ്കിൽ സൂറത്തുൽ ബഖറയിൽ 136, സൂറത്തു ആലി ഇമ്രാനിലെ 52, അല്ലെങ്കിൽ സൂറത്തുൽ ബഖറയിലെ 136, സൂറത്തു ആലി ഇമ്രാനിലെ 64 ഈ ആയത്തുകളൊക്കെ ഓതിക്കൊണ്ട് അത് നിർവഹിക്കാവുന്നതാണ്. അതേപോലെ തന്നെ ഫജ്റിന് തൊട്ട് മുമ്പ് അത് നിർവഹിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഫജ്റിന് ശേഷം ആ നമസ്കാരം നിർവഹിക്കാവുന്നതാണ്. സൂര്യൻ ഉദിച്ചതിന് ശേഷമാണെങ്കിൽ അതാണ് കൂടുതൽ ഖൈറ്. ജമാഅത്ത് നടക്കുമ്പോൾ ജമാഅത്തിൽ പങ്കെടുക്കുകയാണ് വേണ്ടത്. ശേഷമാണ് ഈ നമസ്കാരം നിർവഹിക്കേണ്ടത്. ഇനി ളുഹറിന് ശേഷമോ മറ്റോ ആണ് ഓർമ്മയാവുന്നതെങ്കിലും അപ്പോഴും നിർവഹിക്കാവുന്നതാണ്. കാരണം ഈ ദുനിയാവിനേക്കാളും ദുനിയാവിലുള്ള മുഴുവൻ വിഭവങ്ങളെക്കാളും അള്ളാഹുവിൻ്റെ റസൂലിന് പ്രിയപ്പെട്ടതെന്നും അതിനേക്കാൾ ഖൈറായതെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എത്രമാത്രം പ്രാധാന്യം ഈ 2 റക്അത്ത് നമസ്കാരത്തിനുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ആ കാര്യം മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തിലുടനീളം പ്രാവർത്തികമാക്കുകയും ഈ സംസാരം മറ്റുള്ള ആളുകൾക്ക് കൂടി നിങ്ങൾ എത്തിച്ചു കൊടുക്കുകയും ഈ സന്ദേശവും മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.